ഹലോ, എന്താ സുഖമല്ലേ? ഞാൻ പഠിക്കുന്ന കോളേജിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ചൊന്നുമില്ല, ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരേ കോപ്രായങ്ങളെ. ഇവിടെയാണ് ഞാൻ രാവിലെ ബസ് കയറാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. ഇന്ന് കുറച്ച് മഴയുണ്ടായിരുന്നേ. അങ്ങനെ ബസ് കിട്ടി. വല്ലപ്പോഴും ഒക്കെ എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടാറുണ്ട്. പക്ഷേ എന്തോ ഇന്ന് എനിക്ക് കിട്ടിയില്ല. ഇതാണ് എൻ്റെ ക്ലാസ് റൂം. എന്താ കുറച്ച് വിൻറ്റേജ് ലുക്കൊക്കെ ഇല്ലേ? അകത്തുള്ള വിൻഡോയിൽ കൂടെ പുറത്തോട്ട് നോക്കിയാൽ നല്ല വ്യൂ. രാവിലെ വന്ന് എൻ്റെ ഫ്രണ്ട് അവളെ നോക്കി നിൽക്കുകയാണ്. മഴയായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ആ പരിസരങ്ങളിലൊന്നും ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫിറ്റ് ചെക്ക്. ഫോൺ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് കൈയും കാലൊക്കെ ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോൾ എല്ലാവരും നോക്കി, കൊച്ചിന് എന്താ അത്? പിന്നെ എനിക്കതൊന്നും ഒരു വിഷയമല്ല. പോത്തിൻ്റെ തൊലിക്കെട്ടിയാണ്. പിന്നെ ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്. അങ്ങനെയായിരുന്നേ. പിന്നെ വേറെ ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഐഡൻറ്റി കാർഡിൽ സൈൻ ചെയ്യാൻ വേണ്ടി സ്റ്റാഫ് റൂമിൽ ക്ലാസ് തുടങ്ങാത്തതിൻ്റെ ആ തെളിച്ചം എൻ്റെ മുഖത്ത് കാണും. ഓർഗനൈസേഷൻ ക്ലാസ്സിൽ ലാസ്റ്റ് ഡേ നമ്മളെ കൊണ്ട് കുറച്ച് റിവ്യൂ ഒക്കെ പറയിപ്പിച്ചു. പിന്നെ നമുക്ക് അവർ ബിസ്ക്കറ്റ് തന്നു. ഗുഡ് ഡേ. കുറേ പേർക്ക് കഴിവുള്ള പിള്ളേർക്ക് കുറേ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ നമുക്കൊരു മിഠായിയൊക്കെ തന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ നമ്മളെ ക്ലാസ്സിൽ ഇരിക്കാറില്ല. വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചിട്ട് തിരിച്ച് ക്ലാസ്സിൽ വരും. ക്ലാസ്സിൽ പോകുമ്പോൾ ഒന്ന് സ്റ്റോറിൽ പോയി എന്തെങ്കിലും ഒരു മിഠായി വാങ്ങിച്ചിട്ട് ആണ് നമ്മൾ തിരിച്ച് ക്ലാസ്സിൽ വരണത്. ഇനി റിസ്ക് എടുത്ത് ഞാൻ കഴിച്ചിട്ടില്ലാത്ത മിഠായി വാങ്ങിച്ച് കഴിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതൊന്നും കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴിക്കുന്ന സോനപ്പപ്പടി നിന്ന് വാങ്ങിച്ചു. പക്ഷേ ഞാൻ സോനപ്പപ്പടി എന്ന് പറഞ്ഞ് വാങ്ങിച്ചില്ല. ഞാൻ വിചാരിച്ചു എന്തോ പഞ്ഞി മിഠായിയാണ്. ആ പാക്കറ്റൊക്കെ കണ്ടപ്പോൾ എന്തോ പഞ്ഞി മിഠായി എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. കഴിച്ചപ്പോൾ മനസ്സിലായി സോനപ്പപ്പടി. ഇനി പറയാനൊന്നും നിൽക്കേണ്ട, അങ്ങ് കഴിച്ചു. പിന്നെ ഇപ്പോൾ കോളേജിൽ പോയിട്ട് ഫിറ്റ് ചെക്ക് എന്ന് പറഞ്ഞ ഫോൺ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. ഇതാണ് എൻ്റെ മെയിൻ. ഇപ്പോൾ പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇത് ബസ് സ്റ്റോപ്പിലോട്ടുള്ള ഒരു വലിയ നീണ്ടൊരു യാത്രയാണ്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.